BN ഹസ്കർ ഭരണവിരുദ്ധ വികാരം ഇല്ല, ഇക്കാര്യം അടിവരയിട്ട് പറയുകയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പക്ഷേ UDF അത് സമ്മതിച്ചു തരുന്നതേ ഇല്ല. അതിന് കാരണമുണ്ട്. ചേലക്കരയിൽ വോട്ടിൽ കുറവുണ്ടായിട്ടുണ്ട് LDF-ന്. പാലക്കാടാണെങ്കിൽ കനത്ത തോൽവി, ഇത്തവണയും 3-ാം സ്ഥാനത്തേക്ക് പോയി. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ സംഭവിക്കാൻ പോകുന്നത്. മഞ്ജുഷ, ഇതില് ഒന്നാമതായി സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തല ഈ തെരഞ്ഞെടുപ്പിനെ കണ്ട ഒരു കാര്യമായിരുന്നില്ല. പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിലും അതുപോലെ ചേലക്കരയിലും 2 സിറ്റിംഗ് സീറ്റുകൾ UDF-ഉം അതുപോലെ തന്നെ LDF നിലനിർത്തി എന്നുള്ളതൊഴികെ രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു എങ്കിൽ ചേലക്കരയാണ് രാഷ്ട്രീയപരമായി ഏറ്റവും വലിയ തോതിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോ ഉയർത്തുന്ന വിമർശനങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നേനെ. ഇപ്പൊ ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ചേലക്കര ഒരു ഇടതു കോട്ട എന്നുള്ളതിനുപരി ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെന്റ് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി 2024 ഉപതെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും 12,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സഖാവ് പ്രദീപിന് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സാര കാര്യമായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ചേലക്കരയിൽ ആ ജയം മതിയായിരുന്നോ? അഡ്വക്കേറ്റ് BN ഹസ്കർ കുറച്ചുകൂടി അത് സത്യസന്ധമായി വിലയിരുത്തി കഴിഞ്ഞാൽ, ഞാൻ K രാധാകൃഷ്ണൻ നേടിയ വോട്ടുകൾ നേടണമെന്ന് പറയുന്നില്ല. അത് 39,000 വോട്ടുകളുടെ ലീഡും 83,000 വോട്ടുകളും ഒക്കെ ആയിരുന്നു. അത്രയും ആയില്ല എങ്കിൽ പോലും 12,201 വോട്ടുകൾക്ക് വിജയം എന്ന് പറയുന്നത് ജയം കുറച്ച് കാണുന്നതല്ല. പക്ഷെ അത് കിതച്ച് നേടിയ ഒരു വിജയമേ ആകുന്നുള്ളൂ. അതാണ് അവിടെ മറഞ്ഞിരിക്കുന്ന ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്നത്. അല്ല, അവിടെ പെർസെന്റേജ് വോട്ടിംഗിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. സഖാവ് രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധ്യത സഖാവ് UR പ്രദീപിനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ലഭിക്കും എന്ന് കരുതുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടുകൂടിയും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വോട്ടുകൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വോട്ടുകളുടെ കുറവ് വന്നിട്ടുള്ളത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടാണ് എന്നിപ്പോ കരുതാനാവില്ല. കാരണം എല്ലാ തരത്തിലുമുള്ള ഇടതുവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. കാരണം ചേലക്കര ഒരു ഏറ്റവും പരമപ്രധാനമായ ചേലക്കര തിരിച്ചു പിടിക്കുക എന്നുള്ള UDF-ന്റെ തന്ത്രം അപ്പാടെ പാളി എന്നുള്ളതാണ്. കാരണം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, അതുപോലെ തന്നെ UDF-ന്റെ പ്രബലരായിട്ടുള്ള മുഴുവൻ നേതാക്കളും ക്യാമ്പടിച്ച് പ്രവർത്തിച്ച ഒരു മേഖല ചേലക്കരയായിരുന്നു. ഒരുപക്ഷെ പാലക്കാട് അത്രത്തോളം അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ചേലക്കരയിൽ സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ചിട്ടും ഇടതുകോട്ട തിരിച്ചുപിടിക്കുന്നതിന് ആയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായില്ല. എന്നാൽ പാലക്കാടിന്റെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പാലക്കാട് SDPI-ക്കും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കും നിർണായക സ്വാധീനമുള്ള നഗര കേന്ദ്രീകൃത മേഖല കൂടിയാണ്. 35,000-ഓളം വരുന്ന മുസ്ലിം വോട്ടർമാരുള്ള ഒരു മണ്ഡലത്തിൽ ആ മണ്ഡലത്തിലെ ഏറ്റവും കേന്ദ്രീകൃതമായി മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ചു നിൽക്കുന്നത് പാലക്കാട് നഗരസഭയിലാണ്. ആ നഗരസഭയിൽ SDPI-ക്കും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കും ഉള്ള വോട്ട് ഷെയറിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെ പറയുമ്പോഴും അവിടെ പാലക്കാട് BJP-യെ കൈവിട്ടവർ എന്തുകൊണ്ട് UDF-നെ തെരഞ്ഞെടുത്തു എന്ന കാര്യവുമുണ്ടല്ലോ. അത് കാണാതെ പോകാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട് LDF-നെ തെരഞ്ഞെടുത്തില്ല എന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ SDPI-യുടെ തലയിൽ വെച്ച് കെട്ടിയാൽ പോലും ഇത് LDF-ന് വോട്ട് ചെയ്യാവുന്ന നിഷ്പക്ഷമതികളായ ആളുകളുണ്ട്. അവർ പക്ഷേ UDF-നെയാണ് സെലക്ട് ചെയ്തത്. അല്ല, നിശ്ചയമായി അതുണ്ട്. പക്ഷേ ഒരു മഴവിൽ സഖ്യം എന്ന നിലയിലാണ് UDF പാലക്കാട് മത്സരിച്ചിട്ടുള്ളത്. BJP-യെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ വോട്ട് ഷെയറുകൾ കുറയുന്നതിന് രാഷ്ട്രീയപരമായ പല കാരണങ്ങളുണ്ട്. ഒന്ന്, സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി. BJP-യെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് BJP-ക്കുള്ളിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ വോട്ടിംഗ് പാറ്റേണിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായി UDF-നെ തുണച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. BJP-യുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളായിരുന്ന മൂത്താന്മാരുടെ സമുദായം, അവർ ഉദ്ദേശം ഒരു 10,000-ന് ശിവരാജൻ അടക്കമുള്ള ആളുകൾ ഇപ്പോ പ്രതികരിച്ചു കണ്ടിട്ടുണ്ട്. അവിടുത്തെ പ്രബല BJP-യുടെ നേതാവാണ് അദ്ദേഹം. മൂത്താൻ സമുദായത്തിന്റെ പ്രതിനിധിയായിട്ടാണ് വരാറുള്ളത്. അവിടുത്തെ സാമുദായിക സമവാക്യങ്ങളിൽ മൂത്താന്മാർ ഇപ്രാവശ്യം BJP-യെ കൈവിട്ടു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം. അതാണ് നഗര കേന്ദ്രീകൃത മേഖലകളിൽ അത് വലിയ തോതിൽ
BJP കൈവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ഏതെങ്കിലും തരത്തിൽ മുന്നേറാൻ കഴിയുമായിരുന്ന എല്ലാ സാഹചര്യങ്ങളെയും അടയ്ക്കുന്ന തരത്തിലായിരുന്നു. കാരണം SDPയെ നിങ്ങൾ അങ്ങനെ നിഷ്കാസിതമായി കാണാൻ കഴിയില്ല. കാര്യം SDPയെ സംബന്ധിച്ചിടത്തോളം 8,000-ഓളം വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനം SDAക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കുള്ളിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല SDPയുടെ വോട്ടുകൾ വേണ്ട എന്ന് UDF പറഞ്ഞിട്ടുമില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് UDF നേതാക്കളുമായി പിന്തുണയുടെ കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് SDPയും പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ എന്തായാലും SDPയുടെ പിന്തുണ അത് UDFനെ സഹായിച്ചിട്ടുണ്ട്. അത് വേണമായിരുന്നോ എന്ന ചോദ്യമുണ്ട്. ഈ വിജയത്തിന്റെ തിളക്കം കുറയ്ക്കുന്നതായിപ്പോയോ എന്നും. ശ്രീജിത്ത് പണിക്കർ, ഈ 3 ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും അതിൽ വയനാട് എന്തായാലും പ്രതീക്ഷിച്ചത് തന്നെയാണ്. 4 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടിയതോടുകൂടി അത് UDFന് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്, സംശയമില്ലാത്ത കാര്യമാണ്.